ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഫ്രീഡം യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹാം പ്രിൻസിപ്പിൾ. ഹാം പ്രിൻസിപ്പിൾ ഓക്കെ. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ എസ് പോലെയോ ഇല്ലെങ്കിൽ ഒരു 4 മാർക്കിൻ്റെ ഒക്കെ ചോദ്യമായിട്ട് വരാം. ഹാം പ്രിൻസിപ്പിൾ പറയുന്നത് ജോൺ സ്റ്റുവാർട്ട് മില്ലാണ്. ജോൺ സ്റ്റുവാർട്ട് മില്ല് എന്നുള്ള ഒരു ബ്രിട്ടീഷ് ഫിലോസഫറാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത്. പൊളിറ്റിക്കൽ തിയറിയിൽ ഹാം പ്രിൻസിപ്പിൾ എന്നുള്ള പ്രിൻസിപ്പിൾ മുന്നോട്ട് വെക്കുന്ന ആരാണ്? ജോൺ സ്റ്റുവാർട്ട് മിൽ. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് എസ്സേ ഓൺ ലിബർട്ടി. എസ്സേ ഓൺ ലിബർട്ടി. ലിബർട്ടി മീൻസ് ഫ്രീഡം. സോ എസ്സേ ഓൺ ലിബർട്ടിയിലാണ് ജോൺ മിൽ ഈ കാര്യം പറയുന്നത്. ജോൺ സ്റ്റുവാർട്ട് മിൽ എന്ന് പറയുന്ന വ്യക്തി ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാം എന്ന് പറഞ്ഞാൽ ഹാനി തത്വം എന്നും മലയാളത്തിൽ പറയാം. ഹാം പ്രിൻസിപ്പിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാളെ ഹേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമുക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വായിക്കാം. ദ പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് സോൾ എൻഡ് ഫോർ വിച്ച് mankind are warranted individually or collectively in interfering with the liberty of action of any of that member is self-protection, that the only purpose for which power can be rightfully exercised over any member of a civilized community against his will to prevent harm to others. അതായത് നമ്മൾ ഒരാളായിട്ടോ ഗ്രൂപ്പായിട്ടോ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിരിക്കണം. അതായത് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ആയിരിക്കണം നമ്മൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളോട് കുറേ പേര് അടികൂടുകയാണ്, അപ്പം നിങ്ങൾ അവരെ തിരിച്ച് തല്ലേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അത് നിങ്ങളെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ? അതുപോലെ ഒരാൾക്കെങ്കിലും അധികാരം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വേറൊരാൾ അടിക്കാൻ പോവുകയാണെങ്കിൽ ആ ആള് എന്ത് ചെയ്യുന്നുണ്ടാവണം, നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൈകാര്യം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതായത് നമ്മളെ ആരെങ്കിലും ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ആളെ എന്ത് ചെയ്യാം, ഹേർട്ട് ചെയ്യാം. അതേപോലെ വേറൊരാളെ നമ്മൾ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അങ്ങോട്ട് പോയി ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനുള്ളതായിരിക്കണം. ക്ലിയർ? ഇത് കുറച്ച് ഇതാണ്, എന്നാലും ഒന്നും കൂടെ അതിന് 2 ടൈപ്പായിട്ട് ജോൺ സ്റ്റുവാർട്ട് മില്ല് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഹാം പ്രിൻസിപ്പിൾ തന്നെ 2 ടൈപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 2 ടൈപ്പ് ഓഫ് ആക്ഷൻസ് ആണ് ഉള്ളത്. 2 ടൈപ്സ് ആക്ഷൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സെൽഫ് റിഗാർഡിങ് ആക്ഷൻസ്. ഈ പ്രിൻസിപ്പിളിൽ അദ്ദേഹം പറയാണ് 2 ടൈപ്സ് ഓഫ് ആക്ഷൻസ് ആർ ദെയർ. ഹ്യൂമൻ ആക്ഷൻസ്. ഓക്കെ, മനുഷ്യന്മാർ 2 രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് സെൽഫ് റിഗാർഡിങ് ആക്ഷൻ, നമ്മൾ സ്വയം. അതുപോലെ അടുത്തത് അതർ റിഗാർഡിങ് ആക്ഷൻസ്. ഈ സെൽഫ് റിഗാർഡിങ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ നിങ്ങളോട് വീട്ടുകാരൊക്കെ എക്സാമിന് പഠിക്കൂ എന്ന് പറയുന്നു. ഓക്കെ, എല്ലാവരും നിങ്ങളോട് പഠിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്തില്ല, പഠിക്കുന്നില്ല. പഠിക്കാണ്ട് എന്ത് ചെയ്യുന്നു, എക്സാം ഫെയിൽ ആവുന്നു, നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ ലാപ്സ് ആവുന്നു. അപ്പം ആർക്കാണ് നഷ്ടം? നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം, അല്ലേ? ഇപ്പോൾ അതുപോലെ വേറൊരു എക്സാമ്പിൾ, നിങ്ങളോട് ക്ലാസ് കേൾക്കൂ പഠിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നില്ല. എക്സാം ആകുമ്പോഴത്തേക്ക് എന്താവുന്നു, നിങ്ങൾക്ക് മാർക്ക് കുറയുന്നു. അതെന്താണ്? മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടില്ല. സെൽഫ് റിഗാർഡിങ് ആക്ഷനാണ്, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വരുത്തി വെച്ച കാര്യമാണ്. അതാണ് ഒരു ടൈപ്പ് ആക്ഷൻ, സെൽഫ് റിഗാർഡിങ് ആക്ഷൻസ്. അടുത്തതെന്ന് പറയുന്നത് അതർ റിഗാർഡിങ് ആക്ഷൻസ്. അതർ റിഗാർഡിങ് ആക്ഷൻ എന്ന് പറയുന്നത്, അതിന് ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ പിറന്നാളാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പാർട്ടി നടത്തുകയാണ്. പാർട്ടി നടത്തി നിങ്ങൾ വലിയ സൗണ്ടിൽ മ്യൂസിക് വെക്കുന്നു, രാത്രി 12 മണിക്കൊക്കെ പാട്ടൊക്കെ വെച്ച് DJ ഒക്കെ ചെയ്ത് മറ്റുള്ളവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു. കാരണം ഈ സമയത്ത് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ നിങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, മറ്റൊരാളെ ഡിസ്റ്റർബ് ചെയ്യാണ്. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, അതർ റിഗാർഡിങ് ആക്ഷൻസ്. നിങ്ങളുടെ ആക്ഷൻസ് കൊണ്ട് മറ്റൊരാളെ എന്ത് ചെയ്യുന്നു, ഹാം ചെയ്യുന്നു. മനസ്സിലായല്ലോ? മറ്റേന്ന് പറയുന്നത് നിങ്ങൾ കാരണം നിങ്ങൾക്ക് തന്നെ ഹാം ഉണ്ടായി, അല്ലേ? നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾ എക്സാം ഫെയിൽഡായി. അപ്പോൾ എന്താണ്, സെൽഫ് ഹാമാണ്. ഇത് അതേഴ്സ് ഹാമാണ്. ഇങ്ങനെ 2 ടൈപ്പ് ഉണ്ടെന്ന് ആര് പറഞ്ഞു? സ്റ്റുവാർട്ട് മില്ല് പറഞ്ഞു. ജോൺ സ്റ്റുവാർട്ട് മില്ല് എസ്സേ ഓൺ ലിബർട്ടി എന്നുള്ള ബുക്കിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ
അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ് ആർ ദോസ് ആക്ഷൻസ് അപ്പോൺ വിച്ച് ഓൺലി ഇൻഡിവിജ്വൽ വിൽ ബി എഫക്റ്റഡ് ആൻഡ് നോബഡി എൽസ്. അതായത് ഇറ്റ് ഈസ് നോബഡി വിൽ ബി എഫക്റ്റഡ്. വേറെ ആരും അതിൽ ഒരു പ്രശ്നം അവർക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല, നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വിചാരിക്കുക ടൈമിന്, ആർക്കാണ് തളർച്ച ഉണ്ടാവുക? നിങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ സമയത്ത് ചെയ്യുന്നില്ല, അത് ആർക്കാണ് ബുദ്ധിമുട്ടായി വരുന്നത്? നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പൊ എന്താണ് സെൽഫ് റിഗാർഡിങ് ആക്ഷൻസ്? നിങ്ങൾ കാരണം നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായി. അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ഒരാളുടെ മാവിന് കല്ലെറിയുന്നു, അതെന്താണ് ആ ആൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. അതെന്താണ് ആ ആളുടെ ചെടികളെ നിങ്ങൾ ഹാം ചെയ്യാണ്. അതുപോലെ റോഡ് ആക്സിഡൻസ്, നിങ്ങൾ മനഃപൂർവ്വം അല്ലാണ്ടായിരിക്കാം ആക്സിഡൻസ് ഉണ്ടാക്കുന്നു, അത് നിങ്ങളെ മാത്രമല്ല ഹേർട്ട് ചെയ്യുന്നത്, അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവർക്കും അതൊരു പ്രോബ്ലം ആയിട്ട് മാറുകയാണ്. ക്ലിയർ? അതുപോലെ നിങ്ങൾ എന്താണ് മദ്യപിച്ച്, ഫോർ എക്സാമ്പിൾ ആണ്, മദ്യപിച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അത് സെൽഫ് ഹേർട്ടിനേക്കാളും സെൽഫ് ഹാമിനേക്കാളും മറ്റുള്ളവരെയാണ് ഹാം ചെയ്യുന്നത്. ഇൻ എ സെൻസ് അത് സെൽഫ് ഹാം ആണ്. എങ്ങനെ? ആ ആള് കുടിച്ചിട്ട് ആ ആളുടെ കരളൊക്കെ പോവാണ്. ഓക്കെ, ഇതാണ് രണ്ട് ടൈപ്പ്. അപ്പൊ അതർ റിഗാർഡിംഗ് ആക്ഷൻസ് ആർ ദോസ് ആക്ഷൻസ് അപ്പോൺ വിച്ച് ഓൺലി ഇൻഡിവിജ്വൽ ബട്ട് അതേഴ്സ് ഓൾസോ വിൽ ബി അഫക്റ്റഡ്. നോട്ട് ഓൺലി ഇൻഡിവിജ്വൽ, നിങ്ങൾ മാത്രമല്ല കൂടെയുള്ളവരും കൂടി ബുദ്ധിമുട്ടാണെങ്കിൽ അതെന്താവും? അതാണ് അതർ റിഗാർഡിംഗ് ആക്ഷൻസ്. He argues that the respect to first one, the state has no business to interfere. അതായത് ഈ സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ് ഉണ്ടല്ലോ, സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസിൽ ഗവൺമെന്റിനോ അതുപോലെ ആർക്കും തന്നെ ഇടപെടാനുള്ള അധികാരമില്ല. അതായത് നിങ്ങളോട് പഠിക്കാൻ പറയുന്നു, പഠിക്കാൻ പറയാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങളുടെ ആക്ഷൻസിൽ വേറെ ആർക്കും ഉൾപ്പെടാൻ പറ്റില്ലല്ലോ. നിങ്ങളോട് പഠിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ തലേ കയറി നമ്മൾക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മറ്റാർക്കും ഇടപെടാൻ വേണ്ടി പറ്റില്ല. ദർ ഇസ് നോ കൺസ്ട്രെയിൻസ് ആണ് അതിന്റെ പ്രത്യേകത. സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസിൽ പൊളിറ്റിക്കൽ അതോറിറ്റി കനോട്ട് ബി കൺസ്ട്രെയിൻഡ്. മനസ്സിലായോ? നിങ്ങളുടെ കാര്യത്തിൽ മറ്റാർക്കും ഇടപെടാൻ പറ്റില്ല. നിങ്ങളോട് എക്സാമിന് പഠിക്കുക പറയാൻ മാത്രമേ പറ്റുള്ളൂ, പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് ഇനി ഗവൺമെന്റ് ലോസിന് പറ്റുമോ? നിങ്ങളത് ചെയ്യുന്നില്ല അതുകൊണ്ട് കേസ് എടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അതുപോലെ in contrast with the respect to the second one, the actions which cause harm to others, it is inevitable that there should be an external interference. അതായത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കട്ടെ. നിങ്ങൾ മദ്യപിച്ച്, ഒരാൾ മദ്യപിച്ചിട്ട് റോഡിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ പോലീസിന് ഇടപെടാം, ഇല്ലേ? പബ്ലിക് അതോറിറ്റീസിന് ഇടപെടാം. കാരണം എന്താണ്? അത് ആ വ്യക്തിയെക്കാളും ആ സമൂഹത്തിന് ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നുണ്ട്. അതേസമയം ആ ആള് കുടിച്ചിട്ട് വെറുതെ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്? സെൽഫ് ഹാം ആണ്. അതിലാർക്കും ഇടപെടാൻ പറ്റില്ലല്ലോ. നിങ്ങളോട് കുടിക്കണ്ടെന്നോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കുടിച്ച് മിണ്ടാതിരിക്കുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. മറ്റേതാണെങ്കിൽ എന്ത് ചെയ്യാം? പോലീസിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാം. അവിടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ പബ്ലിക് ന്യൂസൻസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കേസ് എടുക്കാൻ പറ്റും. ഇതാണ് ഒരു പ്രത്യേകത. The state should be constrain a person from acting in a way harmful others. അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കേസ് എടുക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മാത്രമല്ല, he also remains the caution while exercising constraint. This is because the freedom is crucial for dignified human life. It should be only restricted in a special circumstances. ഇത് മാത്രമല്ല, ഈ അതർ റിഗാർഡിംഗ് ആക്ഷൻസിൽ നമ്മൾ കേസ് എടുക്കാന്ന് പറഞ്ഞല്ലോ, അല്ലേ? മറ്റുള്ളവരോട് എന്തെങ്കിലും ന്യൂസൻസ് ഇല്ലെങ്കിൽ പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ കേസ് എടുക്കാമെന്നും പബ്ലിക് അതോറിറ്റിക്ക് ഇടപെടാമെന്നും പറഞ്ഞു. അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ അതിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് മൈനർ ഹാം, അടുത്തത് സീരിയസ് ഹാം. മൈനർ ഹാം, സീരിയസ് ഹാം. വേറൊരു പേരാണ് മൈനർ ഫോൾട്ട്, മേജർ ഫോൾട്ട്. അതായത് നിങ്ങൾ പബ്ലിക്കിന് എന്താണ് ഹാം ചെയ്യാണ്, അതേസമയം അത് വേണമെങ്കിൽ കൂടിയ അളവിൽ ആൾക്കാരെ ഉപദ്രവിക്കാം, അതേപോലെ കുറച്ച് അളവിലും ഉപദ്രവിക്കാം. ഇപ്പോൾ ഒരാൾ മദ്യപിച്ച് അസഭ്യം പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ കേട്ടിട്ട് മിണ്ടാതിരിക്കാം. ഒരു ടോളറൻസ്, പബ്ലിക് ടോളറൻസ് ഉണ്ടാക്കാം. അതെന്താണ്? മൈനറാണ്. ഓക്കെ, ചെറിയ രീതിയിലാണ്. അതേസമയം സീരിയസ് മേജർ ഫോൾട്ട് എന്താണ്? ഇപ്പോൾ ആൾക്കാർ തമ്മിൽ റോഡിൽ അടികൂടുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്താണ് ഹർത്താലൊക്കെ നടത്തി പബ്ലിക് പ്രോപ്പർട്ടീസ് ഒക്കെ അടിച്ചു തകർക്കുകയാണ്. അതെന്താണ്? സീരിയസ് ഫോൾട്ട് അല്ലേ? നമുക്ക് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ എന്തെങ്കിലും ലോസ് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാളെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താവും? സൊസൈറ്റി ഇടപെടും. സൊസൈറ്റി അല്ല, ഈ പബ്ലിക് അതോറിറ്റീസ് ഇടപെടും. ഓക്കെ,
ഇതാണ് രണ്ട് ടൈപ്പ്. അതർ റിഗാർഡിങ് ആക്ഷൻസിലെ രണ്ട് ടൈപ്പാണ് മൈനർ ഫോൾട്ട്, മേജർ ഫോൾട്ട്, ഇല്ലെങ്കിൽ മൈനർ ഹാം ഇല്ലെങ്കിൽ മേജർ ഹാം. ഓക്കെ, അതിൽ സോഷ്യൽ ടോളറൻസ്, ഈ മൈനർ എന്ന് പറയുന്നതൊക്കെ ചെറിയ രീതിയിൽ നടക്കുന്നതിനൊക്കെ സോഷ്യൽ ടോളറൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ ടോളറൻസ് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്ത വീട്ടിൽ എന്ത് ചെയ്യുന്നു, രാത്രി 12 മണി വരെ ഒരു കല്യാണമാണ്, അവർ വലിയ രീതിയിൽ മ്യൂസിക് ഒക്കെ വെച്ച് എന്തൊക്കെയാണ് പബ്ലിക് ന്യൂസൻസ് ആവുകയാണ്. അതേസമയം എന്താണ്, ഇപ്പുറത്തെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ട്, അത് ഉറങ്ങുന്നില്ല, ഇങ്ങനെയൊക്കെ വിചാരിക്കാം. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഓക്കെ അവിടെ കല്യാണം അല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ഷമിച്ചിരിക്കാം. ഇതാണ് സോഷ്യൽ ടോളറൻസ്. ഓക്കെ, കല്യാണമല്ലേ, ഇന്നൊരു ദിവസം അല്ലേ ഉള്ളൂ, അവരെന്താണ് ചെയ്യട്ടെ, നമുക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നത് സോഷ്യൽ ടോളറൻസ്. നമ്മൾ അവരോട് ചോദിക്കാനൊന്നും പോകുന്നില്ല. അതേസമയം മേജർ ടോളറൻസ് ആകുമ്പോൾ എന്താണ്, അവിടെ അവര് പോയി ഇടപെടും, നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. അതാണെന്ത്, മേജർ ഹാം. ഓക്കെ, അതിൽ പബ്ലിക് ഇൻവോൾവ് ആവും. ഓക്കെ, അതിൽ അതേസമയം അത് തന്നെ ആ കല്യാണ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ മദ്യപിച്ചിട്ട് മറ്റുള്ളവരെ വീട്ടിലേക്ക് കല്ലെറിയുകയും അവിടെ വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, പോലീസ് ഇടപെടും അല്ലേ? അപ്പൊ അതെന്താണ്, മേജർ ഹാം ആണ്, സീരിയസ് പ്രോബ്ലം ആയിരിക്കും, ഫൈറ്റ് നടക്കുക. അതുപോലെ സീരിയസ് ഫോൾട്ട് എന്നോ മേജർ ഫോൾട്ട് എന്നോ വേണമെങ്കിൽ വിളിക്കാം. ഗവൺമെന്റ് വിൽ ഇന്റർഫിയർ, ഗവൺമെന്റിന്റെ അതോറിറ്റീസ് എന്ത് ചെയ്യും, ഇതിൽ ഇൻവോൾവ് ചെയ്യും. ഇതാണ് രണ്ട് ടൈപ്പുള്ള അതേഴ്സ് റിഗാർഡിങ് ആക്ഷൻസിന്റെ രണ്ട് ടൈപ്പ്. So we should be ready to tolerate different ways of life. Different opinions in different interest provider are not harmful to us. അതായത് ഇതിൽ നമ്മുടെ അഭിപ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കല്യാണ പരിപാടി നടക്കുമ്പോൾ നമ്മൾ ഇവിടെ മിണ്ടാണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു മര്യാദ അല്ലെ? ആ പബ്ലിക് ടോളറൻസിന് ഇവിടെ വലിയൊരു റോളുണ്ട്. ഓക്കെ, വലിയൊരു റോളുണ്ട്. അപ്പോൾ അത് നമ്മൾ ജീവിതത്തെ എങ്ങനെ മുന്നിൽ നോക്കിക്കാണുന്നോ അതിനനുസരിച്ചുണ്ടാവും. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ വിചാരിച്ചിട്ടാണ് അതുണ്ടാവുക. പിന്നെ ഇതിൽ ഈ ഹാം പ്രിൻസിപ്പിളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ്. റീസണബിൾ റെസ്ട്രിക്ഷൻസ്, അതായത് ഒരു തെറ്റാണെന്ന് വിചാരിക്കുക, ഒരാൾ ഒരു സീരിയസ് ഫോൾട്ട് തന്നെ ചെയ്തു എന്ന് വിചാരിക്കുക, അതിനെ നമ്മൾ ഓക്കെ റീസണബിളി അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മളതിനെ ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യാൻ നോക്കുന്ന അത്തരത്തിലുള്ള റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദ സം റെസ്ട്രിക്ഷൻസ് ആർ ദെയർ ബട്ട് ദേ ആർ റീസണബിൾ. അതായത് ഇപ്പോൾ ഒരാളോട് എന്ത് ചെയ്യുന്നു, ഇതേപോലെ കല്യാണ വീട്ടിൽ വളരെ വലിയ ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം, അവരോട് നമ്മൾ പറയുന്നു വോയിസ് ഒന്ന് കുറക്കൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, റെസ്ട്രിക്ട് ചെയ്യാണ്, അവരെ നമ്മൾ കൺട്രോൾ ചെയ്യാണ്, അവരുടെ ഫ്രീഡത്തെ നമ്മൾ കൺട്രോൾ ചെയ്യാണ്. അതെന്താണ്, റീസണബിൾ ആണ് അല്ലേ? അത് ഇപ്പുറത്തെ വീട്ടിൽ കുട്ടിയുള്ളതുകൊണ്ടാണ് ശബ്ദം കുറക്കാൻ പറഞ്ഞത് എന്നുള്ളത് അവർക്കും മനസ്സിലായി, നമുക്കും കുഴപ്പമില്ല. അപ്പൊ ഒരു മീഡിയം ആയി. അതിനാണ് എന്ത് പറയുന്നത്, റീസണബിൾ കൺസ്ട്രെയിൻ. നമ്മളവിടെ ഒരു തടസ്സം വെച്ചു. എന്താണ് തടസ്സം? വോളിയം കുറക്കാൻ പറഞ്ഞത് അല്ലേ? അതൊരു തടസ്സമല്ലേ? മാത്രമല്ല അതെന്താണ്, റീസണബിൾ ആണ്, രണ്ടുപേർക്കും കുഴപ്പമില്ല, നമുക്കൊരു റീസൺ ഉണ്ട് അതിന്. ഇതിനാണ് എന്ത് പറയുന്നത്, റീസണബിൾ റെസ്ട്രിക്ഷൻസ്. അപ്പൊ ഹാം പ്രിൻസിപ്പിൾ മനസ്സിലായല്ലോ. എന്താണ് ഹാം പ്രിൻസിപ്പിൾ? ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോൺ സ്റ്റുവർട്ട് മില്ല് എസ്സേ ഓൺ ലിബർട്ടി എന്നുള്ള ബുക്കിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അതിൽ പറയുന്നത് ദർ ആർ 2 ടൈപ്സ് ഓഫ് ആക്ഷൻസ്. മനുഷ്യന്റെ പ്രവൃത്തികളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് സെൽഫ് റിഗാർഡിങ് ആക്ഷൻസ്, പിന്നെ ഒന്ന് അതർ റിഗാർഡിങ് ആക്ഷൻസ്. സെൽഫ് റിഗാർഡിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് തന്നെ ഹാം ഉണ്ടാവുക. ഓക്കെ, നമ്മളോട് തീ തൊടരുത് പൊള്ളുന്നു പറയുന്നു വിചാരിക്കുക, പക്ഷെ നമ്മൾ തീ പോയി തൊടുന്നു, അത് നമ്മൾ ചെയ്തുകൊണ്ടല്ലേ നമുക്ക് പൊള്ളിയത്. ഓക്കെ, അതാണ് സെൽഫ് റിഗാർഡിങ് ആക്ഷൻസിന്റെ പ്രത്യേകത എന്താണ്? അതിൽ മറ്റൊരാൾക്കും പബ്ലിക് അതോറിറ്റീസിനൊന്നും ഇടപെടാൻ വേണ്ടി പറ്റില്ല. ആരും നമ്മളോട് പോലീസൊന്നും വന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല, നീ എന്താ തീ തൊട്ടേന്ന് ആരും ചോദിക്കില്ല. ഓക്കെ, അതാണ് സെൽഫ് റിഗാർഡിങ് ആക്ഷന്റെ പ്രത്യേകത. അതുപോലെ അതേഴ്സ് റിഗാർഡിങ് ആക്ഷനിൽ എന്താവുന്നത്, നമ്മൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുകയും ഒപ്പം നമുക്കും ബുദ്ധിമുട്ടാവുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ്, പാർട്ടി നടത്തുക, ആക്സിഡന്റ് ആവുക. ആക്സിഡന്റ് എന്താണ്, നമുക്ക് നഷ്ടമുണ്ടായി, അതേസമയം അവർക്കും നഷ്ടമുണ്ടായി. ഓക്കെ, ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട് പറഞ്ഞു അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന് മൈനർ ഹാം, പിന്നെ ഒന്ന് മേജർ ഹാം. മൈനർ എന്ന് പറഞ്ഞാൽ അതിൽ സോഷ്യൽ ടോളറൻസിന് വലിയ റോളുണ്ട്. മൈനർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, ചെറുതെന്ന് നമ്മൾ കാരണം അത് ചെറുതായി പോവുക. ഓക്കെ, നമ്മൾ ടോളറൻസ്, നമ്മുടെ ക്ഷമ കാരണം ആ പ്രോബ്ലം ചെറുതായിട്ട് പോവുക. സീരിയസ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഹാം ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ,
എന്താണ് അടുത്ത പിന്നെ പറഞ്ഞ കാര്യം? റീസണബിൾ റെസ്ട്രിക്ഷൻസ് അല്ലേ? അവർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കും ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിനാണ് എന്ത് പറയുന്നത്? ഹാം പ്രിൻസിപ്പിളിലെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ എന്ത് ചെയ്യാം? ഈ അതർ റിഗാർഡിങ് ആക്ഷൻസിൽ വേണമെങ്കിൽ പബ്ലിക് അതോറിറ്റീസിന് ഇടപെടാം അല്ലേ? അത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള ലോക്ക് എതിരെയാണെങ്കിൽ എന്ത് ചെയ്യാം? പബ്ലിക് അതോറിറ്റീസിന് ഇടപെടാം. മറ്റേതിൽ തീരെ പറ്റില്ല, ഇവിടെ അത് പറ്റും. ഓക്കെ, ഒരാളെ ജയിലിലിടാനോ ഒരാൾക്കെതിരെ ഫൈൻ അടക്കാനോ ഒക്കെ പറ്റും. ഓക്കെ, ഇതാണ് ഹാം പ്രിൻസിപ്പിൾ. ക്ലിയർ ആയല്ലോ? ഹാം പ്രിൻസിപ്പിൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിൽ 3 ബുക്സിന്റെ പേരായി ഇപ്പൊ പഠിക്കുന്നത്. ഒന്ന് നെൽസൺ മണ്ടേലയുടെ ബുക്ക്, അതുപോലെ ആങ് സോങ് സൂക്കിയുടെ ബുക്ക്, ഇപ്പോ ജോൺ സ്റ്റുവാർട്ട് മില്ലിന്റെ ബുക്ക്. ഈ 3 ബുക്കിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. അത് എവിടെയെങ്കിലും നന്നായിട്ട് വൃത്തിക്ക് തന്നെ എഴുതി വെച്ച് പഠിച്ചോളാം. അടുത്ത പറയാനുള്ളത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബർട്ടി ആണ്. നെഗറ്റീവ് ലിബർട്ടി, പോസിറ്റീവ് ലിബർട്ടി. ലിബർട്ടി മീൻസ് ഫ്രീഡം തന്നെയാണ്. ഓക്കെ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബർട്ടി എന്താന്ന് പറയാം. ഓക്കെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലിബർട്ടി പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ലിബർട്ടി, ഫ്രീഡം എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ നേരത്തെ കൊടുത്തായിരുന്നു. എന്തായിരുന്നു ഡെഫിനിഷൻ? ഫ്രീഡം ഈസ് ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ്. നമ്മളെ ഒരാൾ തടയുന്ന വരെ, സ്റ്റോപ്പേജ് വരെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ്? നമ്മുടെ ഫ്രീഡമാണ്. എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസിന്റെ സ്റ്റോപ്പേജ് ആണ് എന്ത്? നമ്മുടെ ഫ്രീഡം. ഇപ്പൊ നമ്മൾ ഒരാളെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫ്രീഡം ആണത്. നമ്മളെ എപ്പോൾ നിയന്ത്രിക്കുന്നു? അവിടെ ഫ്രീഡം സ്റ്റോപ്പ് ആവുന്നു. ഓക്കെ, ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് ഇസ് കോൾഡ് ഫ്രീഡം. ആൻഡ് അനദർ ഡെഫിനിഷൻ ഈസ് ദ ഫ്രീഡം ആസ് ദ എക്സ്പാൻഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്രസ് വൺ സെൽഫ്. നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണെന്ത്? ഫ്രീഡം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ പൊളിറ്റിക്കൽ തിയറിനെ ഇതിനെ നമ്മൾ നെഗറ്റീവ് ലിബർട്ടി ആയിട്ടും പോസിറ്റീവ് ലിബർട്ടി ആയിട്ടും പഠിക്കും. അപ്പൊ ഫ്രീഡം ടു ഡു വാട്ട് ഹി ലൈക്സ് അൺലെസ് ഹി ഇന്റർഫിയേഴ്സ് വിത്ത് ദ ഫ്രീഡം ഓഫ് അതേഴ്സ്. ഫ്രീഡം എന്ന് പറയുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. ഏതുവരെ? ഹി ഇന്റർഫിയേഴ്സ് വിത്ത് ഫ്രീഡം ഓഫ് അതേഴ്സ്. ഞാൻ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടും വരെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? എൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ നെഗറ്റീവ് ലിബർട്ടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് the negative liberty sets an area in which there is no external authority interference is allowed. അതായത് ഒരു ഏരിയ, നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോളൂ, ഏരിയ, പ്രദേശം അല്ലെങ്കിൽ സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. നമ്മുടെ കാര്യത്തിൽ വേറെ ഒരാളും ഇടപെടുന്നില്ലെങ്കിൽ ആ ഇടപെടാത്ത അത്രയും സ്ഥലമാണ് നമ്മുടെ എന്ത്? നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, in that minimum area which is sacred, the individual is at liberty to do whatever he she likes. ആ ഒരു ഏരിയയിൽ, ഇപ്പൊ നമ്മുടെ വീടെന്ന് വിചാരിക്കാം, ആ മതിലിന്റെ അകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ? അതെന്താണ്? ഒരു നെഗറ്റീവ് ലിബർട്ടിയാണ്. അവിടെ വേറൊരാൾക്കും ഇടപെട്ട് ചോദിക്കാനുള്ള ഇതില്ല. ഓക്കെ, സോ നെഗറ്റീവ് ലിബർട്ടി സെറ്റ്സ് ആൻ ഏരിയ. നെഗറ്റീവ് ലിബർട്ടി കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ഏരിയ സെറ്റ് ചെയ്യാണ്. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് സെറ്റ് ചെയ്യാണ്. ദ മിനിമം ഏരിയ ഓഫ് നോൺ ഇന്റർഫിയറൻസ്. നെഗറ്റീവ് ലിബർട്ടി മീൻസ് ദാറ്റ് ദ മിനിമം ഏരിയ ഓഫ് നോൺ ഇന്റർഫിയറൻസ്. മറ്റൊരാൾ ഇടപെടാത്ത ആ ഒരു മിനിമം ഏരിയ ആണ് എന്ത്? നെഗറ്റീവ് ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് ലിബർട്ടി എന്താ സെറ്റ് ചെയ്യുന്നത്? ഒരു ഏരിയ ആണ് സെറ്റ് ചെയ്യുന്നത്. is the recognition that the human nature or human dignity require an area of activity unobstructed by others. The bigger area of non-interference, greater the freedom. അപ്പൊ നിങ്ങൾ എത്രത്തോളം ഒരാൾ തടയുന്നില്ലയോ അത്രയും ഏരിയ എന്താണ്? നിങ്ങളുടെ ഫ്രീഡത്തിന്റെ ബൗണ്ടറി ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു കൺസ്ട്രെയിൻസ് ഇല്ലാത്തതാണ് സ്വാതന്ത്ര്യം. ആ കൺസ്ട്രെയിൻ ഇല്ലാത്ത ഏരിയ ആണെന്ത്? ഈ നെഗറ്റീവ് ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? സോ it is in a way of explaining the idea of freedom from. Freedom of choice can be a meaningful idea if there are opportunities to act. An atmosphere where every individual is accorded an opportunity to develop his personality, the individual should be free to avail himself for the opportunities to develop his personality. It does not mean the complete absence of restraints. Modern states do impose limitations on individual action. It means to do everything that does not injure to others. അതായത് നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ സംഭവമാണെന്ന് വിചാരിക്കേണ്ട. ഇറ്റ് സെറ്റ്സ് ആൻ ഏരിയ വിച്ച് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ് ഈസ് അലൗഡ്. ഓക്കെ, അത് ആലോചിക്കുക. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള അത്രയും പ്രദേശം,
അതാണ് നെഗറ്റീവ് ലിബർട്ടി കൊണ്ട് സെറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് പോസിറ്റീവ് ലിബർട്ടി. പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് ഹൂ ഗവേൺസ് മീ, ആ ചോദ്യമാണ് ആദ്യം. എന്താണ് എൻ്റെ സ്വാതന്ത്ര്യം, ഫ്രീഡം എനിക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള ചോദ്യമാണ് ഇതിൻ്റെ പ്രധാനം. ഇതിൽ പ്രധാനമായിട്ട് ഇത് പോസിറ്റീവ് ലിബർട്ടി എന്താന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാ, ഇറ്റ് ഈസ് ആൻ ആർഗ്യുമെന്റ് ഓഫ് പോസിറ്റീവ് ലിബർട്ടി ഈസ് കൺസേൺഡ് വിത്ത് എക്സ്പ്ലെയിനിങ് ദ ഐഡിയ ഓഫ് ഫ്രീഡം ടു. ഇറ്റ് ഈസ് ലൈക്ക് ആസ്കിങ് ക്വസ്റ്റ്യൻ ഹൂ ഗവേൺസ് മീ. ഇതിൽ പ്രധാനമായിട്ട് എന്നെ ആര് ഭരിക്കുന്നു, ഇല്ലെങ്കിൽ എന്നെ ആരാണ് ഗവേൺ ചെയ്യുന്നത്. എന്നെ ഗവേൺ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഹൂ ഗവേൺസ് മീ, ഐ ഗവേൺ മൈസെൽഫ്. ഇത് എഴുതി വെക്കാം. ഒപ്പം തന്നെ ദ പോസിറ്റീവ് ലിബർട്ടി ഡിസ്കഷൻ ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു റൂസോ, ഹെഗൽ, മാർക്സ്, ഗാന്ധി, അരബിന്ദോ ആൻഡ് ഓൾസോ ദോസ് ഹൂ വെയർ ഇൻസ്പയർഡ് ബൈ ദി തിങ്കേഴ്സ്. അപ്പോൾ ഇത്തരം തിങ്കേഴ്സാണ് ഈ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. എന്നെ ആര് ആണ് ഗവേൺ ചെയ്യുന്നത്, എന്നെ ആരാണ് ഭരിക്കേണ്ടത്, ഞാൻ തന്നെയാണ് എന്നെ ഭരിക്കേണ്ടത് എന്നുള്ള കൺസെപ്റ്റാണ് പോസിറ്റീവ് ലിബർട്ടി. സ്വാതന്ത്ര്യത്തെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കാണുന്നു. മറ്റേതെന്താണ്, ഒരു ഏരിയ സെറ്റ് ചെയ്യാണ്, അവിടെ മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളൂ. നെഗറ്റീവ് ലിബർട്ടി. ഓക്കെ, പോസിറ്റീവ് ലിബർട്ടി എന്താണ്, ഞാനാണ് ഭരിക്കുന്നത്, അപ്പോൾ സ്വാതന്ത്ര്യം എനിക്ക് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളൊരു മീനിങ് ആണ്. സോ പോസിറ്റീവ് ലിബർട്ടി ലുക്സ് അറ്റ് ദ കണ്ടീഷൻ ആൻഡ് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഈ പോസിറ്റീവ് ലിബർട്ടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കണ്ടീഷൻസിനെയാണ്. മറ്റേതിൽ ഏരിയ ആണെങ്കിൽ ഇവിടെ കണ്ടീഷൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദി നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഞാനും സമൂഹവും എൻ്റെ സമൂഹവും തമ്മിലുള്ള പരസ്പരം ഒരു കണ്ടീഷൻസ് ഉണ്ടാവും അല്ലേ. ആ കണ്ടീഷൻസ് റിലേറ്റഡ് ആണ് പോസിറ്റീവ് ലിബർട്ടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ എയിംസ് വാട്ട് ദ പോസിറ്റീവ് ലിബർട്ടി എയിംസ് at improving conditions in such a way that there exist limited constraints to development of individual personality. നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഒരു ലിമിറ്റഡ് കൺസ്ട്രെയിൻസ് ആരുണ്ടാക്കുന്നു, കണ്ടീഷൻസ് ആരുണ്ടാക്കുന്നു, സൊസൈറ്റി തന്നെ ഉണ്ടാക്കുന്നു. അതാണ് ഇതുകൊണ്ട് എയിം ചെയ്യുന്നത്. നമ്മുടെ ബേസിക് നീഡ്സ് ആണ് ഈ പോസിറ്റീവ് ലിബർട്ടി കൊണ്ട് എൻഹാൻസ് ചെയ്ത് പറയുന്നത്. നോക്കിക്കോളൂ, ഈ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. പോസിറ്റീവ് ലിബർട്ടി സ്ട്രെസ്സസ് വൺ പോയിന്റ്, ഹി ക്യാൻ ബി ഫ്രീ ഓൺലി ഇൻ സൊസൈറ്റി. ഓക്കെ, ഇപ്പോൾ പോസിറ്റീവ് ലിബർട്ടി നോക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ മാത്രമേ സ്വതന്ത്രരായി ഇരിക്കാൻ പറ്റുള്ളൂ. സമൂഹത്തിന്റെ റൂൾസ് പാലിക്കുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ പൊതുസ്ഥലത്ത് തുപ്പരുത്, ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് പുറത്തു പോകണം, ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് അനുസരിച്ച് പോവുകയാണെങ്കിൽ അതെന്താണ്, നമ്മൾ പോസിറ്റീവ് ലിബർട്ടിയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മളുടേതായ ഫ്രീഡം കിട്ടും സമൂഹത്തിന്റെ റൂൾസ് അനുസരിച്ച് പോവുകയാണെങ്കിൽ. നെഗറ്റീവ് ലിബർട്ടിയിൽ ഇറ്റ് ഈസ് ഓൺലി കൺസേൺഡ് വിത്ത് ദ ഇൻവയലബിൾ ഏരിയ ഓഫ് നോൺ ഇന്റർഫെറൻസ് ആൻഡ് വിത്ത് കണ്ടീഷൻസ് ഇൻ ദ സൊസൈറ്റി ഔട്ട്സൈഡ് ദിസ് ഏരിയ ആസ് സച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. മറ്റേത് ലാസ്റ്റ് നെഗറ്റീവ് ലിബർട്ടിക്ക് ഒരു എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ, അത് നിങ്ങളുടെ ഏരിയ ആണ്, അവിടെ നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം ആണ്. നിങ്ങളോട് വന്നിട്ട് ആരോ ഒന്നും ചോദിക്കില്ല, നിങ്ങൾ എന്താണ് ഇത് ചെയ്യുന്നത്, ദർ ഇസ് നോ കൺസ്ട്രെയിൻസ് അല്ലേ. നമ്മൾ നേരത്തെ ഹാം പ്രിൻസിപ്പിളിൽ പഠിച്ച പോലെ അത് സെൽഫ് ആക്ഷൻസ് ആണ്. നമ്മുടെ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, എന്ത് വേണമെങ്കിൽ പറയാം. ആരും നമ്മളോട് വന്ന് ചോദിക്കുകയോ അതിന് നിയമത്തിൻ്റെതായ ഒരു കാര്യങ്ങളും ഇല്ല. സോ ഇറ്റ്സ് നെഗറ്റീവ് ലിബർട്ടി. പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാ കാര്യത്തിലും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പോസിറ്റീവ് ലിബർട്ടി. ഓക്കെ, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സമൂഹത്തിൻ്റെ ഒക്കെ പാലിച്ച് നമ്മൾ ജീവിക്കുന്നതിനെ പോസിറ്റീവ് ലിബർട്ടി എന്നും നമുക്ക് പറയാം. ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലിബർട്ടി. അതുപോലെ ഹാം പ്രിൻസിപ്പിൾ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് വായിക്കുക, പഠിക്കുക.